ഹൈ, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ സയൻസിന്റെ 10th ചാപ്റ്റർ, അതായത് ഫിസിക്സിന്റെ 2nd ചാപ്റ്റർ, ഇതിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് 7ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത്. 170ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. മേക്ക് എ ഡയഗ്രാം ടു ഷോ ഹൗ ഹൈപ്പർമെട്രോപ്പിയ ഈസ് കറക്റ്റഡ്. The near point of a hypermetropic eye is 1 meter. What is the power of the lens required to correct this defect? Assume that the near point of the normal eye is 25 centimeter. Hypermetropia എന്താണ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം? അതിന്റെ ഫിഗർ വരയ്ക്കണം. നിയർ പോയിന്റ് ഓഫ് എ ഹൈപ്പർമെട്രോപ്പിക് ഐ ഈസ് 1 മീറ്റർ. ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ ആണ് അവിടുത്തെ നിയർ പോയിന്റ്. അപ്പൊ അത് നോർമൽ ഐക്ക് 25 സെന്റിമീറ്റർ ആണ്. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? എ പേഴ്സൺ സഫറിംഗ് ഫ്രം ഹൈപ്പർമെട്രോപ്പിയ ക്യാൻ സി ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട് ക്ലിയർലി ബട്ട് ഫേസസ് ഡിഫിക്കൽട്ടി ഇൻ സീയിങ് നിയർ ബൈ ഒബ്ജക്ട് ക്ലിയർലി. അടുത്തുള്ള വസ്തുക്കളെ കാണാനാണ് ബുദ്ധിമുട്ട്, അകലെയുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഹൈപ്പർമെട്രോപ്പിയുടെ പ്രത്യേകത. ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ദ ഐ ലെൻസ് ഫോക്കസസ് ദ ഇൻകമിംഗ് ഡൈവേർജന്റ് റേസ് ബിയോണ്ട് ദ റെറ്റിന. കണ്ണിലെ ലെൻസ് അതിലേക്ക് വരുന്ന ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയ്ക്ക് പുറകിലാണ്. റെറ്റിനയിൽ കറക്റ്റ് ഫോക്കസ് ചെയ്താലാണ് കൃത്യമായി കാണാൻ പറ്റുമോ. അപ്പൊ റെറ്റിനയുടെ പുറകിലായതുകൊണ്ട് തന്നെ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ദിസ് ഡിഫക്റ്റ് ഓഫ് വിഷൻ ഈസ് കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ അതിനെ ആദ്യം ഈ ലെൻസിലൂടെ ഒന്ന് കൺവേർജ് ചെയ്ത് കുറച്ചുകൂടെ അടുത്ത് വരും. അതിനുശേഷം അത് കണ്ണിന്റെ ലെൻസ് കൃത്യമായി കൺവേർജ് ചെയ്ത് റെറ്റിനയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫക്റ്റ് പരിഹരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് പരിഹരിക്കാം. എ കോൺവെക്സ് ലെൻസ് ഓഫ് suitable power converges the incoming light in such a way that the image is formed on the retina. ഒരു കോൺവെക്സ് ലെൻസിന്റെ കൃത്യമായ പവറുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ സഹായത്തോടെ അത് കണ്ണിന്റെ ലെൻസിന് മുന്നിലുണ്ടെങ്കിൽ ഒന്ന് കൺവേർജ് ചെയ്ത് വീണ്ടും കണ്ണിലെ ലെൻസും കൂടി കൺവേർജ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായി അത് റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി അത് റെറ്റിനയുടെ പുറകിലായിരിക്കും ഹൈപ്പർമെട്രോപ്പിയ ഉള്ളയാൾക്ക് ഇമേജ്, അതായത് അത് ഫോക്കസ് ചെയ്യുന്നത്. അത് ഈ കോൺവെക്സ് ലെൻസിന്റെ സഹായത്തോടെ കൃത്യമായി റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ ഫിഗർ വരയ്ക്കാം. ഇവിടെ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ നിയർ പോയിന്റ് എന്ന് പറയുന്നത് ആണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെറ്റിന ഇവിടെയുണ്ട്. അപ്പോൾ റെറ്റിനയിൽ നോർമലി ഫോക്കസ് ചെയ്യണം നിയർ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഹൈപ്പർമെട്രോപിക് ഐയുടെ പ്രത്യേകത ഇവിടെ അടുത്തുള്ള വസ്തുക്കളെയാണ് കാണാൻ പറ്റാത്തത്, അകലെയുള്ളതിനെ കൂടുതലും കാണാൻ പറ്റും. അപ്പോൾ വസ്തു ഈ നിയർ പോയിന്റ് കുറെ അകലെയായിരിക്കും. അപ്പോൾ നിയർ പോയിന്റിൽ നിന്നും ഇവിടെ വരെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റനിൽ നിയർ പോയിന്റ് 1 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റനിൽ. ഇവിടെ നോർമലി അത് 25 സെന്റിമീറ്ററിലാണ് വരേണ്ടത്. അപ്പൊ അടുത്ത് വന്നാൽ 1 മീറ്ററിലുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കാരണം ഇവിടെ ഇതാണ് നിയർ പോയിന്റ് എങ്കിൽ ഇവിടെ നിന്ന് കറക്റ്റ് റെറ്റിനയിൽ തന്നെ പതിക്കുന്നുണ്ട്. ഇനി നിയർ പോയിന്റ് നോർമലി 25 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഇപ്പോൾ ഇത് 1 മീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഇത് അടുത്ത് വന്നു കഴിയുമ്പോൾ അടുത്തുള്ള വസ്തു ആണെങ്കിൽ അവിടെ ഈ ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റേസ് ഫോക്കസ് ചെയ്യുന്നത് ഇത് റെറ്റിനയാണ്. റെറ്റിനയുടെ പുറകിൽ ഇത്രയും അകലെയാണ് ആ ഇമേജ് ഫോം ചെയ്യുന്നത്, അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇനി അത് കറക്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ പടത്തിൽ ഈ നിയർ പോയിന്റിനുള്ളിൽ കുറച്ചുകൂടി അടുത്താണ് ഈ വസ്തു വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുന്നിൽ ഒരു കോൺവെക്സ് ലെൻസ് ആദ്യമേ വെക്കുന്നു. ഈ കോൺവെക്സ് ലെൻസിൽ കൂടിയാണ് ഈ ലൈറ്റ് റേസ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഒന്ന് കൺവേർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൺവേർജ് ചെയ്തതിന് ശേഷമാണ് അത് കണ്ണിലെ ലെൻസിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ വീണ്ടും ഒന്നുകൂടി കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. The convex lens actually creates a virtual image of a nearby object at the near point of vision of the person suffering from hypermetropia. നിയർ പോയിന്റിൽ ഒരു വിർച്വൽ ഇമേജ് ഉണ്ടാക്കും. അത് വീണ്ടും കണ്ണിലെ ലെൻസിൽ വരുമ്പോൾ അത് റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ ബാക്കി പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം ആണ്. The given person will be able to clearly see the object kept at 25 centimeter. Near point of normal eye ആണ് 25 centimeter.
if the image of the object is formed at his near point which is given as 1 meter. അപ്പോൾ ഇവിടെ 1 മീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ നിയർ പോയിന്റ്. നോർമലി 25 സെന്റിമീറ്റർ ആണ് നിയർ പോയിന്റ് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ട ലെൻസിന്റെ പവർ നമുക്ക് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള കാര്യം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു -25 സെന്റിമീറ്റർ ആണ്. കറക്റ്റ് ആക്കുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് -1 മീറ്റർ ആണ്. അത് 100 സെന്റിമീറ്റർ എന്ന് എടുത്തു. ഫോക്കൽ ലെങ്ത് നമ്മൾ എഫ് എന്ന് എടുത്തു. ഇനി ലെൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് 1/v - 1/u = 1/f. തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/-100 -1/-25 ആണ് 1/f. അതായത് 1/f റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 1/25 -1/, അതായത് -1/100 + 1/25 എന്നാണ് മാറുക. അതായത് 1/25 - 1/100 എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈക്വൽ ടു 1/f ആണ്. അതുകൊണ്ട് 1/fന്റെ സൈൻ നമ്മൾ മാറ്റിയിട്ടില്ല, ഇങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് 1/f = എന്ന് തന്നെ എഴുതി. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. ഈക്വൽ ടു 1 × 100 100 -25 × 1 -25 divided by 25 × 100 equal to 100 - 25 75 divided by 2500. നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും, ഡിവൈഡ് ബൈ ഇവിടെ 100 എന്ന് കിട്ടും. അപ്പോൾ therefore f equal to 1/f ആണ് നമുക്ക് 3/100 കിട്ടിയത്. f equal to 100 divided by 3 equal to 33.3. അത്രയും സെന്റിമീറ്റർ ആണ്. നമുക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ മീറ്ററിലേക്ക് മാറ്റും. ഈക്വൽ ടു 0.33, എല്ലാം റൗണ്ട് ചെയ്യുന്നു, 0.33 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പവർ ഓഫ് ലെൻസ് കണ്ടുപിടിക്കണം. P = 1/f. അത് എഫിന്റെ വാല്യൂ മീറ്ററിലാണ്. ഈക്വൽ ടു, അതുകൊണ്ടാണ് നമ്മൾ ഫോക്കൽ ലെന്ത് ഇപ്പോൾ മീറ്ററിലേക്ക് മാറ്റി. 0.33 മീറ്റർ ഈക്വൽ ടു അത് പ്ലസ് 3d ഡയോപ്റ്റർ. ഇതാണ് ലെൻസിന്റെ പവർ. അപ്പോൾ ഇവിടെ എ കോൺവെക്സ് ലെൻസ് ഓഫ് പവർ പ്ലസ് 3 ഡയോപ്റ്റർ ഈസ് റിക്വയർഡ് ടു കറക്റ്റ് ദ ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് പരിഹരിക്കാൻ 3 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ വെക്കുന്നതെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ച്വലി നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് -25 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ആരോഗ്യമുള്ള ഒരു കണ്ണായിരുന്നെങ്കിൽ, അതിന്റെ ലെൻസ് ആയിരുന്നെങ്കിൽ 25 സെന്റിമീറ്ററിൽ കിട്ടേണ്ട കാര്യമാണ് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ 1 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് മാറി. പ്രശ്നം അത് പറഞ്ഞേക്കുന്നത് ദ നിയർ പോയിന്റ് ഓഫ് ഹൈപ്പർമെട്രിക് ഐ ഈസ് 1 മീറ്റർ. 25 സെന്റിമീറ്റർ വേണ്ടിടത്താണ് ഇയാൾക്ക് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് അവിടെ നിയർ പോയിന്റ് ഉള്ളത്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 3 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് അവിടെ ഉപയോഗിച്ചാൽ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വീണ്ടും കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് റെറ്റിനയിൽ തന്നെ അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലെ 8th ക്വസ്റ്റ്യൻ, വൈ ഈസ് എ നോർമൽ ഐ നോട്ട് ഏബിൾ ടു സീ ക്ലിയർലി ദ ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ക്ലോസർ ദാൻ 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്ററിനേക്കാൾ അടുത്താണ് വെച്ചത്. കാരണം നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്ററിനേക്കാൾ അടുത്താണ് വെച്ചെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. This is because the ciliary muscles of eyes are unable to contract beyond a certain limit. If the object is placed at a distance less than 25 centimeter from the eye, then the object appears blurred because light rays coming from the object meet beyond the retina. ഒരു വസ്തുവിനെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നത് കണ്ണിന്റെ ലെൻസ്, അതായത് സിലറി മസിൽസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ണിന്റെ ലെൻസ് ഫോക്കൽ ലെന്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് നമുക്കൊരു വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് കണ്ണിന്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 25 സെന്റിമീറ്ററിന് അപ്പുറത്തുള്ള വസ്തുക്കളാണെങ്കിൽ ഈ കണ്ണിന്റെ ലെൻസിന്, ഈ മസിൽസിന് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കൽ ലെന്ത് ക്ലിയർ ആക്കി കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി 25 സെന്റിമീറ്ററിലും അടുത്താണ് ഈ വസ്തു
നിൽക്കുന്നതെങ്കിൽ, ഒബ്ജക്റ്റ് കണ്ണിനേക്കാൾ അത്രയും അടുത്താണെങ്കിൽ ഈ മസിലിന്റെ പവർ വെച്ചിട്ട് ഇതിനെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ദിസ് ഈസ് ബിക്കോസ് സിലിയർ മസിൽസ് ഓഫ് ഐസ് ആർ അണേബിൾ ടു കോൺട്രാക്ട് ബിയോണ്ട് എ സെർട്ടൈൻ ലിമിറ്റ്. ഈ ലിമിറ്റിനുള്ളിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ 25 സെന്റിമീറ്ററിൽ താഴെ വെച്ചാൽ അപ്പോൾ റെറ്റിനയുടെ പുറകിലായിരിക്കും ഇമേജ് ഉണ്ടാകുന്ന, അതുകൊണ്ട് തന്നെ ഇമേജ് ക്ലിയർ ആയി കാണാൻ പറ്റില്ല.